വികസന മുന്നേറ്റ ജാഥ യഥാർത്ഥത്തിൽ പ്രഹസനമായി മാറുകയാണ്. ഇതുപോലെ ആളുകളെ ചിരിപ്പിക്കാൻ ഒരു ജാഥ നടത്തുക എന്ന് പറയുന്നത് വലിയ സങ്കടം തോന്നുകയാണ്. ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ നടത്തുന്നൊരു ജാഥയ്ക്ക് കുറച്ചൊരു ഗൗരവം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതൊരു ഏതോ ഒരാളെ പിടിച്ചിട്ട് അയാളുടെ കയ്യിൽ പൈസ കൊടുക്കുക, എന്നിട്ട് തിരിച്ച് സ്റ്റേജിൽ വെച്ചിട്ട് ജാഥ ക്യാപ്റ്റന് കൊടുക്കുക, അത് കുറച്ച് കഴിഞ്ഞ് അപ്പോൾ തന്നെ കീശയിലിട്ട് കൊടുക്കുക. ഇത് എന്തൊരു നാടകമാണിത് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് വളരെ സങ്കടം തോന്നുകയാണ്. ദയനീയമായൊരു സ്ഥിതിയിലേക്കാണ് CPM എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പിടിച്ചു നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതിന് പല നാടകങ്ങളും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ചീറ്റിപ്പോവുകയാണ്. എല്ലാം ആളുകൾ തിരിച്ചറിയുകയാണ്. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇത്ര ആളുകളൊക്കെ വിജിലൻ്റായി ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സമയത്ത് ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ നടത്താൻ നാണമില്ലേ CPM നേതാക്കന്മാർക്ക് എന്നതാണ്. അവർ അല്പമെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് ഇതൊക്കെ നടത്തുമോ. അപ്പം ജനങ്ങൾ എങ്ങനെയെങ്കിലും വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ ശ്രമം നടത്തുകയാണ്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. ആളുകൾക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ഭരണത്തിനെതിരെ അതിശക്തമായ വികാരമാണ് എല്ലാ സ്ഥലത്തുമുള്ളത്. അത് ഒരു ജാഥ നടത്തിയതുകൊണ്ടും ഇതുപോലെ ഒരു നാടകം നടത്തിയതുകൊണ്ടും തിരിച്ചു വരാൻ സാധിക്കുന്നതല്ല. എത്രയും വേഗം പിണറായി ഗവൺമെൻറ് അധികാരം വിട്ടൊഴിയണം എന്നുള്ളത് കേരളത്തിലെ ഓരോ കുട്ടിയും തീരുമാനിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, ജോലി കിട്ടാതെ അലയുന്ന, റാങ്ക് ലിസ്റ്റിലുൾപ്പെടെ വന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ എത്ര കുട്ടികളാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് വന്ന ആളുകളൊക്കെ അവർക്ക് ഒരു തരത്തിലും നിയമനം കിട്ടാതെ നെട്ടോട്ടം ഇടുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ജനം തീരുമാനിച്ചിരിക്കുന്നത്.